ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സ് 2ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന ചാപ്റ്ററിൻ്റെ ഓരോ പേജിലെയും ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കൊണ്ട് അപ്പോൾ നമ്മൾ പേജ് 24, 25, 26 ഒക്കെ നമ്മൾ ചെയ്തു. അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 29ാമത്തെ പേജാണ്, പേജ് നമ്പർ 29. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. There are 35 children in a class. 3 of them are girls. How many girls are there in the class? മലയാളം പോർഷൻ നമുക്ക് വായിച്ച് നോക്കാം. ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. എത്ര കുട്ടികളുണ്ട്? 35 കുട്ടികളുണ്ട്. ഇതിൽ 5/3 ഭാഗം പെൺകുട്ടികളാണ്. ഓക്കെ, ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? അപ്പോൾ 35 കുട്ടികളാണെന്ന് നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. പിന്നെ ക്ലാസ് 5, അതായത് കുട്ടികളെ 5 ഭാഗങ്ങളാക്കിയാൽ അതിൽ 5/3 ഭാഗവും ആരാണ്? ഗേൾസാണ്. അതെത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. വളരെ ഈസിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ക്ലാസ്, കുട്ടികളുടെ എണ്ണം, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 35 ആണ്. ഓക്കെ, അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്, പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 5/3 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം 35 ഗുണിക്കണം 3/5, 35 × 3/5. ഓക്കെ, 35ന്റെ 3/5 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാം. വളരെ സിമ്പിളാണ്. 35 × 3/5. ഇവിടെ നമുക്ക് ഒന്നുകിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. 35നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്ത് ചെയ്യണം? ആ കിട്ടിയ ആൻസറിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 35നെ 3 കൊണ്ട് ഗുണിച്ച് ആ കിട്ടിയ ഉത്തരത്തെ നമ്മൾ 5 കൊണ്ട് ഹരിക്കണം. എന്നാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നമുക്ക് ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള വേറൊരു മാർഗമുണ്ട്. അതെന്താണ്? അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 35ഉം 5ഉം അല്ലേ, 35ഉം 5ഉം നമുക്ക് ഏതിലാ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്, ഗുണന പട്ടികയിൽ ഏതല്ല 35ഉം 5ഉം വരുന്നത്? ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ 5നാണ് നോക്കേണ്ടത്. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 35 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 5നെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, 35നെ കട്ട് ചെയ്യാം. 35 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടും? 7. 7 5s are 35. 7 5 35. അപ്പൊ ഇവിടെ ആകെ ഇനിയിപ്പോ ആരൊക്കെ ഉള്ളത്? ഇനി ഇവിടെ ആരുമില്ല. 7ഉം 3ഉം ഒരു 1ഉം ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ അത് 7 ഗുണിക്കണം 3. 7 × 3 ദാറ്റ് ഈസ് 21. 21/1 എന്ന് പറയുന്നത് എന്താണ്? 21 സമമാണ്. അപ്പൊ ഇവിടെ 1ന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ഓക്കെ, അപ്പൊ 21. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 21. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ വളരെ ഭംഗിയായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ഈസിയായി ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 10 kilogram of rice is filled equally in 8 bags. If the rice in 3 such bags are taken together, how many kilograms would that be? 10 കിലോഗ്രാം അരി ഈക്വലായിട്ട് 8 ബാഗുകളായിട്ട് നിറച്ചിട്ടുണ്ട്. അങ്ങനത്തെ 3 ബാഗുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോഗ്രാംസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 കിലോഗ്രാം അരി 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ച് അതിൽ 3 സഞ്ചിയിലെ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി? അപ്പം നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. റൈസ് ആണല്ലേ. റൈസ് 10 കിലോഗ്രാം ആണുള്ളത്. 8 ബാഗുകളിലായിട്ടാണ് നിറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ 3 ബാഗുകൾക്ക് എത്ര ആയിരിക്കും എന്നാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ക്വാണ്ടിറ്റി ഓഫ് റൈസ് 10 കിലോഗ്രാം, അരിയുടെ അളവ് 10 കിലോഗ്രാം ആണ്. ബാഗ്സ് എത്രയാണുള്ളത്? ബാഗുകളുടെ എണ്ണം 8 ആണ്. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഇൻ 3 ബാഗ്സ്, 3 ബാഗുകളിലെ അരിയുടെ അളവ് കാണുക. അപ്പൊ നമുക്കറിയാം 10/8 ആണ് അല്ലെ, 10/8 ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അത് ചെയ്യുന്നതാണ്. 10/8 × 3. ഓക്കെ, 10 കിലോഗ്രാം അരി 8 ബാഗുകളായിട്ട് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ അങ്ങനത്തെ 3 ബാഗുകൾ എത്രയാണ്? 3 ബാഗുകളിലെ അരിയുടെ അളവ് എത്രന്നാണ്. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക്, നമ്മൾ കുറെ ദിവസങ്ങളായല്ലോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെയും 2 മെത്തേഡുകൾ ഉണ്ട്. നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം? 10 × 3
അപ്പോൾ 30, 10 ഗുണിക്കണം 3 30, 30/8. ഓക്കെ, 30/8 എന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, 30 നമ്മൾ ഇപ്പൊ 30 ഹരിക്കണം 8. ഓക്കെ, 30-ൽ 8 നമുക്ക് എത്ര പ്രാവശ്യം പോകും? 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 24. അപ്പൊ നമുക്ക് ഇവിടെ 3. ഓക്കെ, 24. അപ്പം ബാലൻസ് എത്രയാണ്? 30 മൈനസ് 24 6. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? നമ്മുടെ ആൻസർ നമ്മളിവിടെ എഴുതും 3. പിന്നെ ബാലൻസ് 6 ഇവിടെ എഴുതും, ഇവിടെ 8. ഓക്കെ, 3 6/8. പക്ഷെ ഇത് ആൻസറിൽ എത്തിയിട്ടില്ല. നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കാം, ഒന്നുകൂടി ചെറുതാക്കാം അല്ലെ. 3 6/8 എന്ന് പറയുന്നത് 6ഉം 8ഉം കോമൺ ആയിട്ട് ഏതിലാണ്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് എന്താക്കാം? 6 എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ്. അതേപോലെ 8 4 ടൈംസ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ചുരുക്കി എഴുതാം, 3 3/4. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 3 3/4. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം വായിച്ചു നോക്കാം. ഇനി നമ്മുടെ ഈ പേജിൽ ലാസ്റ്റ് ചോദ്യമാണ്. ആകെ 3 ചോദ്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു ചിത്രമൊക്കെ തന്നിട്ടുണ്ടല്ലേ. ചിത്രത്തിൽ ചതുരത്തിന്റെ പരപ്പളവ് 27 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. നിറം കടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? അപ്പോൾ ഇവിടെ നിറം കടുപ്പിച്ചിരിക്കുന്ന എത്ര? 1 2 3 4 5 5 ഭാഗങ്ങൾക്കാണ്. അപ്പോൾ അതിൽ എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. The area of the rectangle in the figure is 27 square centimeter. It is divided into 9 equal parts. So what is the area of the darker part in the square centimeter? Area of a rectangle എത്രയാണ്? ചതുരത്തിന്റെ പരിപ്പളവ് 27 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഭാഗം, ഏരിയ ഓഫ് 1 പാർട്ട്, ഒരു ഭാഗത്തിന്റെ പരപ്പളവാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എത്ര അറിയാം? 27 ഹരിക്കണം 9 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 27നെ 9 കൊണ്ട് ഹരിച്ചു, അപ്പൊ നമുക്ക് 3 കിട്ടി. ഈ 3 എന്ന് പറയുന്നത് നമ്മുടെ ചതുരത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ. 9 ഭാഗമാക്കിയാൽ ഒരു ഭാഗമാണ്. ഇങ്ങനത്തെ ആ ഡാർക്ക് ചെയ്ത പോർഷൻ നമ്മൾ എണ്ണി നോക്കിയല്ലോ. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? അത് 5 എണ്ണാണ് ഉള്ളത്. അപ്പോൾ ഒരു ഭാഗം 3 ആണെച്ചാൽ 5 എണ്ണം എത്രയായിരിക്കും? 5 × 3. സിമ്പിൾ ആണ് അല്ലെ. ഒരു ഭാഗത്തെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ 3 ആണ്. നമ്മുടെ ആ ഒരു സ്ക്വയറിൽ ഒരു ഭാഗത്തെ പരപ്പളവ് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പൊ ഒരു ഭാഗത്തെ 3 ആണെന്ന് വെച്ചാൽ 5 ഭാഗത്ത് എത്രയായിരിക്കും? 5 ഗുണിക്കണം 3, 5 × 3, ദാറ്റ് ഈസ് 15. ഓക്കെ, 15 സ്ക്വയർ സെന്റിമീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്. ഈ ഫ്രാക്ഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി ഫസ്റ്റ് ടൈം എക്സാമിന്, ഓണം എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആരും മിസ്സാക്കരുത്. വളരെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈസി ആയിട്ട്, നമുക്കിങ്ങനെ സ്റ്റേറ്റ്മെന്റോ ഇങ്ങനത്തെ കണക്കുകൂട്ടലുകളൊന്നും ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസ് നോക്കാം. പേജ് നമ്പർ 32 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയുടെ 2 ചാപ്റ്ററാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇംഗ്ലീഷും 2 ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ടാഗോറിന്റെ ഒരു കവിതയുടെ മലയാളം എക്സ്പ്ലനേഷനും അതേപോലെ തന്നെ അതിന്റെ ഫുൾ ആക്ടിവിറ്റീസും, വളരെ കുറഞ്ഞ 6 ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ 4 ആക്ടിവിറ്റീസും ഉള്ളത് അത് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കയറി കാണുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതേപോലെ തന്നെ നിങ്ങളുടെ 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ, താങ്ക് യു.